SIR-നെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. കാരണം കേരളത്തിൽ വോട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ഒന്ന് പുതുക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇനി നിങ്ങൾ വീണ്ടും ഒന്ന് എന്തെങ്കിലുമൊക്കെ ചില പണിയെടുത്താലേ നിങ്ങൾ വോട്ടർ പട്ടികയിൽ കയറും. കാരണം അല്ല, നമ്മൾ നിലവിലുള്ളത് അവസാനിപ്പിച്ചില്ലേ? അങ്ങനെയല്ലേ ന്യൂസ് ഉണ്ടായിരുന്നു SIR. അതായത് 2002 ഈ സമഗ്ര വോട്ടർ പട്ടിക വന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ സാധാരണ ഒരു വോട്ടർ പട്ടികയൊക്കെ ഉണ്ടല്ലോ അല്ലേ? സമഗ്ര വോട്ടർ പട്ടിക ഇതും തമ്മിൽ എന്താ വ്യത്യാസം എന്നായിരിക്കും സാധാരണക്കാരൻ വിചാരിക്കാം. അതായത് 2002 എന്താണ് സംഭവിച്ചത്? അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഇത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2025 അത് കട്ടായി വീണ്ടും തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ഒഴിവാക്കുന്നു എന്നല്ല, അവരെ വീണ്ടും ചേർക്കുകയാണ്. വീണ്ടും ചേർക്കാൻ എന്താണ് ചെയ്യേണ്ടത്? 2002 വരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എൻ്റെയോ നിങ്ങളെയോ മറ്റുള്ളവരുടെ പേരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇനി പുതിയൊരു ഫോം കൊണ്ടുതരും. ശരിക്കും മലയാളികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അതെന്തോ ആട്ടെ, ഞങ്ങളെ പേര് ഉണ്ടല്ലോ, ഞങ്ങളിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ചെയ്തല്ലോ, പാർലമെൻറ്റ് ഇലക്ഷൻ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇക്കാര്യത്തിൽ ഒന്ന് അപ്ഡേറ്റ് ആവണമെന്ന് മലയാളികളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു ഫോം കൊണ്ടുതരും. 2002 വരെ നിങ്ങളുടെ പേരുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞ ആധാർ കാർഡോ പാൻ കാർഡോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവില്ല ഒരു മനുഷ്യൻ. ഈ 2002 ശേഷം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്ന മനുഷ്യന്മാരാണെങ്കിൽ